വെൽക്കം ടു ഏഗൺ ലേണിംഗ്. നമ്മുടെ ഫസ്റ്റ് എക്സാം ഹിന്ദി ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഹിന്ദി എക്സാമിന് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിർബന്ധമായും ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് ചാപ്റ്റർ പഠിച്ചു എന്ന് തന്നെ പറയാം. നമ്മുടെ മധുഹൃദു എന്ന് പറയുന്ന കവിത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കവിതയാണ് ജയശങ്കർ പ്രസാദിന്റെ. അപ്പൊ ഈ കവിതയുടെ ആശയം പഠിക്കുന്നതിൽ ഈ ആശയം അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് 6 മാർക്കിനാണ് നമുക്ക് ഈ കവിതയുടെ ആശയം അല്ലെങ്കിൽ ടിപ്പണി എഴുതാൻ വേണ്ടി ചോദിക്കുന്നത്. അത് കൂടാതെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും 1 വേർഡ് ആയിട്ടും ഒക്കെ നമുക്ക് ഒരു 10-12 മാർക്കിന് വരെ ചോദ്യം വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇവിടെ കവിതയുടെ ആശയം ചോദിക്കും. അത് കൂടാതെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ ഏതെങ്കിലും ഒരു 3-2 വരികൾ തന്നിട്ട് എന്തുകൊണ്ട് കവിതയിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ആശയം പഠിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം മധുഹൃദു എന്ന കവിതയുടെ ആശയം നോക്കാം. പിന്നീട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദോഹയാണ്, കബീർ ദാസിന്റെ ദോഹ. അപ്പൊ ഇത് രണ്ടും നിർബന്ധമായും നമ്മുടെ തീർത്തും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ നോക്കാം, മധുഹൃദു ജയശങ്കർ പ്രസാദിന്റെ കവിതയാണെന്ന് അറിയാലോ. യഹ് പങ്ക്തിയാം. അപ്പൊ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് വരികൾ തന്നിട്ടാണ് അല്ലെ ഭാവാർത്ഥം എഴുതൂ അല്ലെങ്കിൽ ടിപ്പണി എഴുതൂ, ആശയം എഴുതൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ആൻസർ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഈ വരികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ. മധുഹൃദു കവിത സേ പ്രസ്തുത് ഹേ. ഈ വരികൾ മധുഹൃദു കവിതയിൽ നിന്ന് നൽകിയിട്ടുള്ളതാണ്. മധുഹൃദു ഛായാവാദി കവി ജയശങ്കർ പ്രസാദിനെ ലിഖാ ഹെ. മധുഹൃദു എന്നത് ഛായാവാദി കവിയായ ജയശങ്കർ പ്രസാദ് എഴുതിയിട്ടുള്ളതാണ്. കവിതാമേ വസന്ത് ഋതു കാ സുന്ദർ വർണ്ണൻ ഹുവാ ഹെ. ഈ കവിതയിൽ വസന്ത ഋതുവിനെ കുറിച്ച് വളരെ സുന്ദരമായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഏതൊരു കവിതയുടെ ആശയം എഴുതാണെങ്കിലും അത് എഴുതിയിട്ടുള്ള കവിയെ കുറിച്ച് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകണം. വസന്ത് ഋതു കോ കവി കവിതാ മേ അപ്നി പ്രേമിക കെ സമാൻ ദേഖ്തേ ഹെ. ഇവിടെ ഈ ആൻസറിൽ വസന്ത് ഋതു എന്ന് പറഞ്ഞത് ഒന്ന് മധുഹൃദു എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാനാണ്. അതിന്റെ അർത്ഥം എന്താണ്? വസന്തം എന്നാണ്. മനസ്സിലായോ? വസന്ത ഋതു എന്നാണ്. അപ്പൊ അവിടെ മധു എന്നതിന്റെ ഒരു അർത്ഥം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. മധുഹൃദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കവിതയുടെ പേര് വസന്തം എന്നാണ്. വസന്തകാലത്തെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. കവി അപ്പിനെ മൻമേ ഉസ്കേ ലിയേ ചോട്ടി കുട്ടിയാ ബനാ ദേതേ ഹേ. എന്താണ് മനസ്സിലായോ? വസന്തകാലത്തെ കവി എങ്ങനെയാണ് കാണുന്നത്? വഴിതെറ്റി വന്ന ഒരു പ്രേമികയെ പോലെയാണ് കാണുന്നത്, തന്റെ കാമുകിയെ പോലെയാണ് കാണുന്നത്. അപ്പിനെ മൻമേ തന്റെ മനസ്സിൽ അതിനെന്ത് ചെയ്യുന്നു? വസന്തത്തിന് ഒരു ചോട്ടി കുട്ടിയ, ഒരു കുടില് നൽകിക്കോട്ടെ അല്ലെ, വള്ളിക്കുടിൽ. ബനാ ദേതേ ഹേ. ഞാൻ അതിന് ആ വസന്തത്തിന് വഴിതെറ്റി വന്ന വസന്തത്തിന് പ്രേമികക്ക് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ ഒരു വള്ളിക്കുടിൽ ഉണ്ടാക്കിക്കോട്ടെ. ആകാശ് ഓർ ധർത്തി കെ ബീച്ച്. ആകാശ് ഓർ ധർത്തി കെ ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കവിതയിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്തായിരുന്നു? നബ് ഓർ അല്ലെ, നബ് എന്നാണ് ആകാശത്തിന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരം വാക്കുകൾ പഠിക്കണം. ധർത്തി, അപ്പൊ ഇവിടെ ആകാശത്തിനും ഭൂമിക്കും ഇടയിലായിട്ട് പ്രേമ കാ നീഡ് സ്ഥിത് ഹേ. എന്താണ് കവി പറയുന്നത്? പ്രേമ കാ നീഡ് സ്ഥിത് ഹേ. പ്രേം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തിന്റെ കൂട്. നീഡ് എന്ന വാക്കിന്റെ അർത്ഥം കൂട് എന്നാണ്. അപ്പൊ ഓരോ വാക്കുകളുടെയും അർത്ഥം പഠിച്ചുകൊണ്ട് വേണം പോകാന്. ഇവിടെ കവിതയിലെ നമുക്ക് ധർത്തി എന്നതിന്, ഭൂമി എന്നതിന് പറഞ്ഞിരിക്കുന്നത് വസുധ എന്നാണ്. അപ്പൊ വസുധ നീച്ചെ ഊപ്പർ നബ്ഹോ അല്ലെ, മുകളിൽ എന്താണ്? ആകാശമാണ്. അപ്പൊ ഈ ഇത്തരം വാക്കുകൾ അത് കവിത നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അവിടെ കവിതയുടെ വരികൾ നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ മറ്റൊരു പദം നമ്മുടെ ആശയത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിലുള്ള പദം നൽകിയിട്ടുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കവിത വായിക്കുമ്പോൾ
എളുപ്പത്തിൽ ആ വേർഡ്സ് ഓർമ്മ വരും. എന്താണ്? ആകാശ് ഓർ ധർത്തി കെ ബീച്ച് പ്രേമ കാ നീഡ് സ്ഥിത് ഹെ. ഇവിടെ നമുക്ക് ഒരു 2 മാർക്കിന്റെ ചോദ്യത്തെ പ്രതീക്ഷിക്കാം. എവിടെയാണ് പ്രേമത്തിന്റെ നീഡ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. എന്താണ് ആൻസർ ചെയ്യേണ്ടത്? ആകാശ് ഓർ ധർത്തി കെ ബീച്ച്, അതല്ലെങ്കിൽ വസുധ ഓർ നഭ് കെ ബീച്ച് പ്രേമ കാ നീഡ് സ്ഥിത് ഹെ എന്ന് എഴുതാം. സൂക്കെ തിൻകെ ജേസെ ഫാൽത്തു ചീസോ കോ. അപ്പൊ ഇവിടെ കവി പറയാണ് വസന്തം എന്ന് പറഞ്ഞാൽ എല്ലാം തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്ന കാലമാണ്. ഇവിടെ ആർക്ക് സ്ഥാനമില്ല? ഉണങ്ങിയ പുൽനാമ്പുകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഇത്തരം ഉണങ്ങിയിട്ടുള്ള പുൽനാമ്പുകളും അങ്ങനത്തെ ഉപയോഗശൂന്യമായത് എല്ലാത്തിനോടും പറയാണ് കവി. നിങ്ങൾ ഏതെങ്കിലും കുറ്റിക്കാടുകളിലേക്കോ എവിടേക്കെങ്കിലും പോയി ഒളിച്ചുകൊള്ളൂ എന്നാണ് കവിതയിൽ പറയുന്നത്. വസന്ത് കെ ആഗമൻ പർ യഹാം കോയി സ്ഥാൻ നഹി ഹെ. അപ്പോ അവരോട് പറയാണ് സൂക്കെ തിൻകെ ജേസെ ഫാൽത്തു ചീസോ എന്ന് പറഞ്ഞാൽ എന്താ? ഫാൽത്തു ചീസ് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളോട്. വസന്ത് കെ ആഗമൻ, വസന്തത്തിന്റെ ആഗമനത്തോടെ യഹാം കോയി സ്ഥാൻ നഹി ഹെ, ഇവിടെ നിങ്ങൾക്കൊരു സ്ഥാനവുമില്ല. ഉനെ ശിശിർ കെ പത്ത്ജഡ് മേ ഭാഗ് ജാനാ ഹെ, നിങ്ങൾ എങ്ങോട്ട് പോയിക്കോളൂ? ശിശിരത്തിന്റെ പത്ത്ജഡിലേക്ക് പോയിക്കോളൂ. പേട് പൗധോं पर नए नए पल्लव खिल रहे हैं. ഇനി പേട്, മരത്തിലും ചെടികളിലും ഒക്കെ എന്താണ്? പുതിയ പുതിയ പല്ലവ് എന്ന് പറഞ്ഞ തളിര്, പുതിയ പുതിയ തളിരുകള് ഖിൽ രഹേ ഹേ, പൂക്കുകയാണ്. പല്ലവോ സേ ബരേ സൻസാർ സബ്കോ അച്ഛാ ലഗ് രഹാ ഹേ, ആരും ഇഷ്ടപ്പെടുന്നതാണ് അല്ലെ ഈ തളിർക്കുന്ന പൂക്കുന്ന ഈ കാലം, വസന്തകാലത്തെ ഏവരും ഇഷ്ടപ്പെടുന്നു. ഇനി പറയുന്നത് നോക്കൂ. മലയാനിൽ കി ലഹരെ രോമാഞ്ചിത് കർത്തെ ഹുവേ പ്രേമി കെ രൂപ് മേ ആ രഹേ ഹേ. മലയാനിൽ കി ലഹരെ എന്ന് പറയുന്നത് എന്താ? മലയാനിൽ എന്ന് പറഞ്ഞാല് ചന്ദനക്കാറ്റാണ്. രോമാഞ്ചിത് കർത്തെ ഹുവേ പ്രേമി കെ രൂപ് മേ ആ രഹേ ഹേ. അപ്പൊ ഈ ചന്ദനക്കാറ്റ് അല്ലെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് പ്രേമിയുടെ രൂപത്തിൽ വരുന്നു. ഓർ പ്രേമികാക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രേമികയുടെ, പ്രണയിനിയുടെ കമൽ കോ ചൂം രഹേ ഹേ. പൂരബ് സെ ലാൽ കുസും കെ സമാൻ ഉഷാ കിലേഗി എന്ന് വെച്ചാൽ ഇവിടെ ഉദയത്തിനെയാണ് പറയുന്നത്. കിഴക്ക് ലാൽ കുസുമുക്കെ, ചുവന്ന പൂവിനെ പോലെ എന്തായി? ഉഷാ കിലേഗി. ഉഷ എന്ന് പറഞ്ഞാൽ പ്രഭാതം, വെളിച്ചം എന്നൊക്കെയാണ് അർത്ഥം. പ്രഭാതം എന്താകുന്നു? കിലേഗി, വിടരുന്നു. ഓർ ഉഷാ കെ യഹ് ലാൽ രംഗ്, എന്നിട്ടോ ഈ പ്രഭാതത്തിന്റെ ലാൽ രംഗ്, ചുവപ്പ് നിറം, ദിൻകോ രംഗീൻ ബനാദേഗി, ദിവസം മുഴുവനും. ദിൻ എന്ന് പറയുന്നത് പകലാണ്, പകലിനെ മുഴുവനും വർണ്ണമുള്ളതാക്കുന്നു അല്ലെ. പ്രകാശം വരുമ്പോഴല്ലേ ഇതിന്റെ വർണ്ണങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. രാത് കെ സമയ അന്ധേരാ കോ പാർ കർക്കെ ചന്ദ്രമാക്കി കിരണേ ആയേഗി. ഇനി രാത്രിയാകുമ്പോഴോ? വസന്തത്തിലെ പകലിനെ കുറിച്ച് പറഞ്ഞു. ഇനി രാത്രിയാകുമ്പോൾ ആര് വരുന്നു? അന്ധകാർക്കോ പാർ കർക്കെ, ഇരുട്ടിനെ ഒക്കെ മറികടക്കാൻ അല്ലെ, മുറിച്ചുകൊണ്ട് ആര് വരും? ക്രോസ് ചെയ്തുകൊണ്ട് ചന്ദ്രമാക്കി കിരണേം. ചന്ദ്രമാക്കി കിരണേം എന്ന് പറഞ്ഞാൽ ആരാണ്? ചാന്ദിനി, നിലാവ് വരുന്നു. ഓർ ധർത്തി പർ ചാന്ദിനി ഫൈലാദേഗി, ഭൂമിയിലേക്ക് നിലാവിനെ പരത്തുന്നു അല്ലെ. നിലാവിന്റെ വെളിച്ചം പരത്തുവാനായിട്ട് ആര് വരുന്നു? രാത്രിയില് ചന്ദ്രൻ വരുന്നു. അന്തരീക്ഷ രാത് കെ കണ് കണമേ ഓസ് കി ബൂന്തോ കി വർഷ കരേഗി. ഇനിയോ അന്തരീക്ഷ രാത്രി കെ കണ് കണമേ ഓസ് കി ബൂന്തോ കി. ഓസ് കി ബൂന്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞുതുള്ളികൾ, മഞ്ഞുതുള്ളികളെ കണ് കണമേ അല്ലെ. അന്തരീക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ നമുക്ക് എപ്പോഴും വസന്തകാലത്തില് അല്ലെങ്കിൽ ഈ ഒരു വസന്തകാലമാണ് ഇപ്പോ, ആ ഒരു സമയത്ത് നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോഴുണ്ടാകും നമ്മുടെ മുറ്റത്തും നമ്മുടെ ചിലപ്പോൾ അധികവും കാണാം 2 വീലറിന്റെ സീറ്റിന്റെ മുകളിലൊക്കെ ഇങ്ങനെ തുള്ളികൾ. മഴ പെയ്തോ എന്ന് ചിലപ്പോൾ നമ്മൾ സംശയിക്കും. അല്ല, അതെന്താണ്? മഞ്ഞ് തുള്ളികൾ വീണ് കിടക്കുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ രാത്രിയിൽ എന്തുണ്ടാകുന്നു? മഞ്ഞു തുള്ളികൾ തുള്ളി തുള്ളിയായിട്ട് ബൂന്തോക്കി വർഷാ കരേഗി, തുള്ളി തുള്ളിയായിട്ട് പെയ്യുന്നു. വർഷാ കരേഗി എന്ന് പറഞ്ഞാൽ പെയ്യുന്നു. പ്രേമ യുഗ്മോ കെ ഇസ് ഏകാന്ത സൃജനമേ, പ്രേമയുഗ്മമായ ഈ ഏകാന്ത സൃജനമേ ഹമേ കൊയ് ബാധ ന ഡാൽനാ ഹെ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഈ ഒരു
സൃജൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ, പ്രകൃതിയുടെ ഈ സൃഷ്ടിയിൽ നമ്മൾ ആരും തന്നെ എന്ത് ചെയ്യണ്ട, ബാധ ന ഡാൽന ഹെ, നമ്മൾ ഒരു വിധത്തിലും തടസ്സം നിൽക്കേണ്ടതില്ല എന്ന് വെച്ചാൽ മനുഷ്യരുടെ, ഇവിടെ പല അർത്ഥങ്ങളുണ്ട്, മനുഷ്യരുടെ ഒരു ഇടപെടലും എങ്ങോട്ട് വേണ്ട, പ്രകൃതിയിലേക്ക് വേണ്ട. നമ്മൾ ഇത്രയും കാലം ഇടപെട്ടിടത്തോളം പ്രകൃതിയെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രകൃതിയിലേക്ക് ഇടപെട്ട് അവരുടെ പ്രകൃതിയുടെ ആ സൃഷ്ടിയെ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ അതിൽ തടസ്സം വരുത്തരുത്. ഓർ അപ്നെ മൈ ജോ കുച്ച് സുന്ദർ ഹേ ഉനെ ഇൻകോ ദേ ദേനാ ഹേ. ഇനി പ്രകൃതിയെ എങ്ങനെ നമുക്ക് കൂടുതൽ സുന്ദരമാക്കാം, അങ്ങനെ നമുക്ക് എന്തൊക്കെ അങ്ങോട്ട് നന്മ ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാം. നമ്മൾ ഇതുവരെ മനുഷ്യർ ചെയ്തിട്ടുള്ളിടത്തോളം പ്രകൃതിയെ നശിപ്പിക്കുകയാണ്, മണ്ണെടുക്കുന്നു, മരം മുറിക്കുന്നു, അങ്ങനെയുള്ള ഒരു കൈകടത്തലുകളും നമ്മളിൽ നിന്ന് വേണ്ട എന്നാണ് കവി പറയുന്നത്. കവി കെ ശൂന്യ ഹൃദയമേ പദ് ഭൂൽക്കർ ആനെ വാലി വസന്ത് ഋതു കെ സമാൻ അചാനക് പ്രേമിക ആയി. അപ്പോ വളരെ വിരസത അനുഭവിച്ചു നിൽക്കുന്ന കവി പറയാണ്, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നാണ് ഒരു പ്രേമിക വരുന്നത് പോലെ, ഒരാൾക്ക് തൻ്റെ ഒരു കൂട്ടായിട്ട് ഒരു പ്രേമിക എന്ന് പറഞ്ഞ ഒരു പ്രണയിനിയെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ വരണ്ടു കിടക്കുന്ന എൻ്റെ ഹൃദയത്തിലേക്ക് വസന്തമാകുന്ന പ്രേമിക വന്നു. വസന്തകാലത്തെയാണ് പറയുന്നത് കേട്ടോ. വ്യതാമേ സാത്തി ബൻകർ, വ്യത എന്ന് പറഞ്ഞ പ്രയാസങ്ങളിൽ, സാത്തി ബൻകർ കൂട്ടുകാരിയായിട്ട്, അല്ലെ, ഈ എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും കൂട്ടായിട്ട്, പ്രേമികാക്കോ കവി അപ്പിനെ മന്മേ, അങ്ങനെ എല്ലാ പ്രയാസങ്ങൾക്കും കൂട്ടായി നിന്ന പ്രേമികക്ക് കവി മന്മേ കുട്ടിയാ ബനാ ദേത്താ ഹെ, തന്റെ മനസ്സിൽ ഒരു കുടില് നിർമ്മിച്ചു കൊടുക്കുന്നു. പ്രേമ വിഹീൻ സൂക്കെ തിൻകെ ജैसे लोगों को इस प्रेम निवास से अलग किसी सूखे में जाना है. പ്രേമവിഹീനമായിട്ട് നിൽക്കുന്ന ഉണങ്ങിയതുപോലുള്ള, ഉണങ്ങിയ പുൽനാമ്പ് പോലെയുള്ള മനസ്സ് ഉണങ്ങി നിൽക്കുന്നവരോട് ഏതെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുവാനാണ് കവി പറയുന്നത്. ഇസ് പ്രേമമായി വാതാവരൺ മേ കവി കെ മൻമേ ആശാ കി നയി കിരണേ ഖിലേംഗെ. ഈ പ്രേമമാകുന്ന അന്തരീക്ഷത്തിൽ കവി കെ മൻമേ, കവിയുടെ മനസ്സിൽ എന്താണ്, ആശാ കി നയി കിരണേ, പുതിയ പുതിയ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമാണ് കിരണ ഖിലേംഗെ പൂക്കുന്നത്. യഹാ പ്രേമ പുളകിത് പ്രേമി മലയാനിൽ കെ സമാനാക്കർ പ്രേമിക കെ നയൻ കമൽ पर ചുംബൻ കരേഗ. പ്രേമിക്ക് രാഗാത്മക ദുനിയാമേ സൗന്ദര്യ की लालिमा लेकर आती है. ഇവിടെ എന്താ പറയുന്നത്, അപ്പൊ ഇവിടെ ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇവിടെ കവി എന്തായിട്ടാണ് കാണുന്നത്, തൻ്റെ ഉണങ്ങിയ മനസ്സിലേക്ക് ഒരു പ്രേമിക വന്നതുപോലെയാണ് വസന്തത്തെ കാണുന്നത്. അവിടെ ആർക്ക് സ്ഥാനമില്ല, മനസ്സിൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, മാനസികമായി ഉണങ്ങിയ ആളുകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് ദോഹയുടെ ആശയം എഴുതാനാണ്. ദോഹ, നമുക്ക് 5 ദോഹ നമ്മൾ പഠിച്ചു. ഈ 5-ൽ ഏതെങ്കിലും ഒരു ദോഹ ആയിരിക്കും ചോദിക്കുക. പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള 3 ദോഹയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് ദോഹയുടെ ആശയം ചോദിച്ചാലും, ഭാവാർത്ഥ ചോദിച്ചാലും നമ്മൾ ആദ്യം തന്നെ എഴുതിയിട്ടുള്ള കബീർദാസിനെ, കവിയെ കുറിച്ച് പറയണം. കബീർദാസിനെ കുറിച്ചാണ് നമ്മൾ ഒരു പാരഗ്രാഫ് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 4 മാർക്കിനുള്ളതാണെങ്കിൽ എന്തായാലും ഒരു 2 മാർക്ക് നിങ്ങൾക്ക് ഈ കബീർദാസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ തന്നെ കിട്ടേണ്ടതാണ്. അപ്പൊ നോക്കൂ, ബാക്കി നിങ്ങൾക്ക് കവിത വായിച്ച് എഴുതാവുന്നതേ ഉള്ളൂ, അർത്ഥം മനസ്സിലാക്കിയാൽ. പ്രസ്തുത ദോഹ ഹിന്ദി കെ പ്രശസ്ത ഭക്തികാലീന കവി കബീർ ദാസ് കെ ഹെ. ഏത് ദോഹയാണെങ്കിലും നിങ്ങൾ ആദ്യം ഇത് എഴുതിയിരിക്കണം. ഭക്തികാല കെ നിർഗുണ ജ്ഞാനാശ്രയി ശാഖ കെ പ്രമുഖ കവി കബീർ ദാസ് ജി സമാജ് സുധാരക് ഏവം ഏകീശ്വരവാദി ഹെ. എന്താണ് കബീർദാസ്? അദ്ദേഹം ഭക്തികാലക്ക് നിർഗുണ ജ്ഞാനാശ്രയി ശാഖ. നിർഗുണ ആശ്രയ ശാഖ എന്ന് പറഞ്ഞാല് ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ പെട്ടിട്ടുള്ളതാണ് നിർഗുണ ശാഖ, നിർഗുണ ജ്ഞാനാശ്രയി ശാഖ. പ്രമുഖ കവി കബീർദാസ് ജി സമാജ് സുധാരക് ഏവം ഏക് ഈശ്വരവാദി ഹെ. അദ്ദേഹം ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഈശ്വരനെ തേടി നമ്മൾ പോകേണ്ടതില്ലെന്നും നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനെന്നും നമ്മൾ എവിടെയാണോ അവിടെയൊക്കെ ഈശ്വരൻ ഉണ്ടെന്നും എന്ന് വാദിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു ഏക് ഈശ്വരവാദി ഹെ. ദോഹേ മേ കബീർദാസ് കഹത്തെ ഹെ. ഇനി പറയുന്നത് എന്താണ്? ഈ ദോഹയിൽ കബീർദാസ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത
ദോഹയുടെ വരികളെ എഴുതുന്നത്, വരികളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കവി കേത്തെ ഹെ കി ബുരേ ലോഗോं को ढूंढते ढूंढते वे चले. അപ്പൊ ഏതാണ് നമ്മുടെ വരികള്? ഒരു പക്ഷേ ഈ വരികളായിരിക്കും. ബുരാജോ ദേക്കന് മേ ചല ബുരാന മിലിയ കോയ്. എന്താണ് ഈ വരികളിൽ പറയുന്നത്? മോശപ്പെട്ടതിനെ തേടി ഞാൻ നടന്നു, ബുരാന മിലിയ കോയ്, അങ്ങനെ മോശപ്പെട്ടതായിട്ടൊന്നും കിട്ടിയില്ല. ജോ ദിൽ ഖോജെ അപ്ന, എന്റെ മനസ്സിലേക്ക് തന്നെ ഞാൻ നോക്കിയപ്പോൾ മുജ്സ ബുരാന കോയ്, എന്നേക്കാൾ മോശമായതൊന്നുമില്ല. എന്താ പറയുന്നത്? എന്താ വരികളുടെ അർത്ഥം? നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ? ബുര എന്ന് പറഞ്ഞാൽ എന്താ? മോശപ്പെട്ട. ജോ ദേക്കന് മേ ചല, അല്ലെ, അതും തേടി ഞാൻ നടന്നു. ബുരാന മിലിയ കോയ്, എവിടെ നിന്നും എനിക്ക് കിട്ടിയില്ല. എന്ത്? ഈ മോശപ്പെട്ടത്. ഏറ്റവും മോശപ്പെട്ട ആളെ തേടി 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 നടന്നു, പക്ഷെ ആരാണ് ഏറ്റവും മോശപ്പെട്ടത് എന്ന് കണ്ടെത്താൻ പറ്റിയില്ല. ജോ ദിൽ ഖോജെ അപ്ന, എന്റെ മനസ്സിലേക്ക് തന്നെ നോക്കിയപ്പോൾ മനസ്സിലായി എന്റെ മനസ്സാണ് ഏറ്റവും മോശപ്പെട്ടത്. ഇവിടെ കവി പറയുകയാണ്, കവി കേത്തെ ഹെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ പാരഗ്രാഫ് എഴുതണേ. അത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു കവി കേത്തെ ഹെ കി ബുരേ ലോഗോं को ढूंढते ढूंढते, ढूंढना എന്ന് പറഞ്ഞാൽ എന്താ? തിരയുക, തിരഞ്ഞു തിരഞ്ഞ്. വേ ചലേ, ഞാൻ നടന്നു. ലേക്കിൻ കൊയ് ബൂര ആദ്മി നഹി മില, അല്ലെ, അദ്ദേഹം നടന്നു, പക്ഷേ ഒരു മോശപ്പെട്ട ആളെയും കിട്ടിയില്ല. അന്തമേ ഉനോനെ, അവസാനം അദ്ദേഹം അപ്പിനെ ദിൽമേ ഖോജ, തന്റെ മനസ്സിലേക്ക് തന്നെ തിരഞ്ഞു. തബ് സമജ് ലിയ, അപ്പോൾ മനസ്സിലായി. സമജ്ന എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലായി. അപ്പിനെ സമാൻ, തന്നോളം, ബൂര ദൂസര കോയി നഹി ഹെ, തന്നോളം മോശപ്പെട്ടത് ആരും തന്നെ വേറെ ഇല്ല. കവി കാ മത്ലബ് യഹി ഹെ കി ദൂസരോं की बुराइयों पर ध्यान देने के पहले. അപ്പൊ ഇവിടെ ഈ ദോഹ കൊണ്ട് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ദൂസരോं की बुराई पर, മറ്റുള്ളവരുടെ കുറവുകളിലേക്ക്, മോശങ്ങളിലേക്കും, ധ്യാൻ ദേനേക്കെ പെഹലെ, അതും ശ്രദ്ധിച്ച് അതും തിരഞ്ഞു നടക്കുന്നതിന് മുൻപേ, അപ്പിനെ ആപ്കോ സുധാർന ജറൂരി ഹെ, തന്നെ തന്നെ ഒന്ന് നന്നാക്കി എടുക്കുന്നത്, അല്ലെ, തിരുത്തുന്നത്. സുധാർന എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. തിരുത്തുക, തിരുത്തുന്നത് ജറൂരി ഹെ, അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ ദോഹയിൽ പറയുന്നത് ദുഃഖമേ സുമിരന് സബ് കരെ എന്ന് വെച്ചാൽ ദുഃഖത്തിൽ എല്ലാവരും ദൈവത്തെ കുറിച്ച് ഓർക്കും, അല്ലെ, നമ്മുടെ പ്രയാസത്തെ അകറ്റി തരണേ എന്നൊക്കെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും, കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുക്കും, കർമ്മങ്ങൾ ചെയ്യും. പക്ഷേ സുഖമേ കരേനക്കോയ്, പക്ഷെ നമ്മൾ നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആരെ ഓർക്കില്ല? ദൈവത്തെ ഓർക്കുന്നില്ല. ഇനി ജോ സുഖമേ സുമിരന് കരെ, ഇനി ആരാണോ സുഖത്തിലും ദൈവത്തെ ഓർക്കുന്നത്, ഓർക്കുക, സ്മരിക്കുന്നത്. സുമിരൻ എന്ന വാക്കിന്റെ അർത്ഥം സ്മരിക്കുക എന്നാണ്. പലപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു വേർഡാണ്. പലപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. സ്മരൺ എന്ന, ഇപ്പൊ ഹിന്ദിയിൽ നമ്മൾ സ്മരൺ എന്ന വേർഡ് മീനിങ് വരുന്ന, അർത്ഥം വരുന്ന വാക്ക് ദോഹയിൽ ഏതാണ് എന്ന് ചോദിക്കും. അപ്പൊ അല്ലെങ്കിൽ ദോഹയിലെ ഏത് വാക്കിനാണ് സ്മരൺ എന്ന അർത്ഥം വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എടുത്തെഴുതണം സുമിരൻ എന്ന് പറഞ്ഞാൽ സ്മരിക്കുക. ഇങ്ങനെ ഒരു വേർഡിന്റെ അർത്ഥം കിട്ടിയാൽ പോലും നിങ്ങൾ മനസ്സിലാക്കി വെച്ച ആ ദോഹയുടെ ആശയം എന്താണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. ഇവിടെ നോക്കൂ, ജോ സുഖമേ സുമിരന് കരെ, ഇനി സുഖത്തിൽ ആരാണോ സ്മരിക്കുന്നത്, തോ ദുഃഖ് കാഹേ ഹോയ്, അയാൾക്ക് എവിടെയാണ് ദുഃഖം എന്നാണ് കബീർദാസ് ചോദിക്കുന്നത്, അല്ലെ. നമ്മുടെ മനസ്സിൽ എപ്പോഴും വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു കടാക്ഷമുണ്ട് എന്ന്, അല്ലെങ്കിൽ നമ്മളെ എല്ലാ ദുഃഖത്തിൽ നിന്നും സഹായിക്കും എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലും തന്നെ തളരില്ല. ഒരു രോഗം വന്നാൽ എന്തായാലും എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ രോഗം ഭേദമാകും, അല്ലെ. ഇനി മറ്റു വല്ല പ്രയാസമാണെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടുണ്ടാകും, എപ്പോഴെങ്കിലും, അല്ലെ, എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകും എന്ന് വിശ്വസിക്കും. ആര്? സുഖത്തിലും സ്മരിക്കുന്നവർ. അവർക്ക് പിന്നെ എങ്ങനെയാണ് ദുഃഖം, അല്ലെ. ദുഃഖത്തിലും അവരെന്താകില്ല? വീണു പോകില്ല. സുഖത്തിലും മതിമറക്കുകയുമില്ല. ദൈവത്തെ എപ്പോഴും ഓർക്കുന്ന ഒരാള് ഒരിക്കലും എന്താകില്ല, അയാളുടെ സ്വഭാവത്തില് നമ്മൾ പറയില്ല, ചില ആളുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെ, ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ സംസാരിക്കരുത്. ഇപ്പൊ അഹങ്കാരം കാണിക്കുക, അതങ്ങനെ ഒരു പ്രവൃത്തിയാണ്. ഞാനാണ് ഏറ്റവും വലുത് എന്ന് കാണിക്കുന്നത്. എന്തും സംഭവിക്കാം, അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ചിന്ത ഉള്ളവർക്ക് എന്തില്ല? ദുഃഖമില്ല എന്നാണ് ഇവിടെ കബീർദാസ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഭാവാർത്ഥം എഴുതുമ്പോൾ കബീർദാസ് കഹത്തെ ഹേ, അപ്പോഴൊക്കെ നമ്മൾ ഫസ്റ്റ് പഠിച്ച പാരഗ്രാഫ് എഴുതാൻ മറക്കരുത്. കബീർദാസിനെ കുറിച്ച്
അദ്ദേഹം पैराग्राफ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. कबीर दास कहते हैं दुख के अवसर सब ईश्वर का स्मरण करते हैं. ദുഃഖത്തിൽ എല്ലാവരും ഈശ്വരനെ സ്മരിക്കുന്നു. दुख में कोई भी ईश्वर का स्मरण नहीं, सुख में कोई भी ईश्वर का स्मरण नहीं करता. जो सुख में भी ईश्वर का स्मरण करते हैं ഉസേ ദുഃഖ് നഹി ഹോത്ത. ആരാണോ സുഖത്തിലും സ്മരിക്കുന്നത് അവർക്ക് ദുഃഖം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഒരു ദോഹ എന്ന് പറയുന്നത് ലഘുതാ സെ പ്രഭുതാ മിലെ പ്രഭുതാ സെ പ്രഭു ദൂരി, ചീണ്ടിയിലെ ശക്കർ ചലി ഹാത്തി കെ സിർ ദൂരി. അപ്പൊ നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 3 ദോഹയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 3ാമത്തെ ദോഹയാണ്. ലഘുതാ സെ പ്രഭുതാ മിലെ. ലഘുത എന്ന് പറഞ്ഞാൽ എളിമ. എളിമയിൽ നമുക്ക് എന്തുണ്ട്? പ്രഭുത അല്ലെ, വളരെ വിനയമുള്ള ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് അയാളിൽ ഒരു പ്രഭു ഉണ്ട് എന്ന് നമ്മൾക്ക് ഫീൽ ചെയ്യും. കാരണം അയാൾ മനസ്സുകൊണ്ട് വലിയൊരാളാണ്. ഇനി പ്രഭുതാ സെ പ്രഭു ദൂരി. ഇനി നമ്മൾ വലിയ പ്രഭുവാണ് എന്ന് സ്വയം നടിച്ചാൽ, എന്ന് വെച്ചാൽ അഹങ്കാരത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സ്വയം നമ്മൾ വലിയവൻ എന്ന് നടിച്ചാൽ നമ്മളിൽ നിന്ന് പ്രഭു ദൂരി, നമ്മളിൽ നിന്ന് ആരകലുന്നു? പ്രഭു. പ്രഭു എന്ന് പറയുന്നത് ആരാ? ദൈവം അകലുന്നു. ചീണ്ടിയിലെ ശക്കർ ചലി. എന്താ പറയുന്നത്? ചെറുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഉറുമ്പിന്റെ തലയിൽ എന്താണ്? ശർക്കരയാണ് ഉള്ളത് അല്ലെ, പഞ്ചസാരയോ മധുരം ഉള്ളതോ ഒക്കെ ആയിരിക്കും എപ്പോഴും ഉറുമ്പിന്റെ തലയിൽ. പക്ഷേ സ്വയം വലിയവൻ എന്ന് വിചാരിക്കുന്ന ആനയുടെ തലയിൽ എപ്പോഴും എന്തേ ഉണ്ടാകാറുള്ളൂ? ദൂരി. എന്ത്? കുറെ മണ്ണും പൊടിയും മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പൊ വലുപ്പത്തിലല്ല കാര്യം, എളിമയിലാണ് കാര്യം എന്നാണ് പറയുന്നത്. ഇസ് ദോഹേ മേ കബീർ ദാസ് കഹത്തെ ഹേ വിനയ് സെ ആദർ മിൽത്താ ഹെ. വിനയത്തിൽ നിന്ന് മാത്രമേ ആദരവ് ലഭിക്കുകയുള്ളൂ. അഹങ്കാർ സെ ഈശ്വർ ദൂർ ഹോ ജാത്തെ ഹെ. അഹങ്കാരത്തിൽ നിന്ന് ഈശ്വരൻ തന്നെ ദൂരെ പോകുന്നു. ചീണ്ടി ഓർ ഹാത്തി കോ ദേക്കോ. അല്ലെ, ഉറുമ്പിനെയും ആനയെയും നോക്കൂ. ചീണ്ടി ചോട്ടി ഹെ വിനയ് കെ സാത്ത് ചൽത്താ ഹെ. അല്ലെ, ഉറുമ്പ് ചെറുതാണ് പക്ഷെ അവന്റെ നടത്തത്തിൽ എന്തുണ്ട്? വിനയമുണ്ട്. इसलिए ये शक्कर लेकर चलती है, बांती बड़ा है, अहंकार के साथ हाथी बड़ा है. हाथी बड़ा है, अहंकार के साथ चलता है, इसलिए उसके सिर पर ധൂലി രഹത്തി ഹെ. അതുകൊണ്ട് തന്നെ അവന്റെ തലയിൽ എന്താണ്? പൊടിയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കവിതയുടെ ആശയം പറഞ്ഞു, ദോഹയുടെ ആശയം പറഞ്ഞു. നിർബന്ധമായും പഠിക്കാൻ ഞാൻ പറഞ്ഞു. ദോഹ പഠിക്കുമ്പോൾ ആദ്യം കബീർദാസിനെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് ദോഹകളുടെ ആശയം മനസ്സിലാക്കുക, പഠിക്കുക. ഇനി എല്ലാ ദോഹയുടെയും ആശയം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഓൺ വേർഡ്സിലെങ്കിലും എഴുതാൻ പറ്റും. കാരണം ഇവിടെ നിങ്ങൾക്ക് വരികളുണ്ട്, അതിനെ ഒന്ന് സെന്റൻസ് ആക്കിയിട്ട് ഹിന്ദിയിലേക്ക് കുറച്ചുകൂടി ഈ ഭാഷയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. എന്നാലും നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കബീർദാസിനെ കുറിച്ച് പഠിക്കുക, ആശയങ്ങളുടെ ദോഹകളുടെ ആശയം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ടും ഇതുപോലുള്ള എല്ലാ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈവ് ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ചോദ്യോത്തരങ്ങളുമായിട്ട് കാണാം. അതുവരെക്കും ബൈ.